ഹായ് എവരി വൺ വെൽക്കം ടു വല്ലു ഗ്രാൻഡ് മീഡിയ. വളരെ സോഫ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം വീഡിയോയിലേക്ക് പോകാം. ഗ്യാസ് സ്റ്റവ് നമ്മൾ ഓണാക്കുക. അതിലേക്ക് ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന റവ പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തിന് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അടിയിലുള്ളത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ പാക്കറ്റിൻ്റെ പുറത്ത് എന്തായാലും എഴുതി വെച്ചേക്ക് റോസ്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെക്കും. എന്നാലും നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ചൂടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അന്നേരം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഇത് ചൂടാക്കിയെടുക്കുക. അന്നേരം ചൂടാക്കുന്ന സമയത്തിന് ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അന്നേരം ചൂടായി വരുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. നനവില്ലാത്ത ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമ്മളിത് മാറ്റുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മാറ്റുക. മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഫ്രൈ പാൻ അതിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇടുമ്പോൾ അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന അതിൻ്റെ വിത്ത് വെള്ള അരി മാറ്റിയതിന് ശേഷമേ അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തിന് നമ്മൾ ഉപ്പുമാവ് അതിലോട്ട് വെക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ എരിവ് കയറി വരും. അന്നേരം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അരി മാറ്റിയതിന് ശേഷം മാത്രമേ അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള കൊത്തി അരിഞ്ഞ് ചെറുത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉപ്പ് തന്നെ ആയിരിക്കും. എന്നിട്ട് ഉപ്പ് കുറഞ്ഞു പോകാൻ പാടില്ല, ഉപ്പ് കൂടി പോകാനും പാടില്ല. അവരവരെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ചൂടാക്കി എടുക്കുക. നല്ല രീതിയിൽ മഞ്ഞ കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. മഞ്ഞ കളർ വേണ്ടെങ്കിൽ ഒരു ലോ മീഡിയം ലെവലിലാണ് വേണ്ടുന്നതെങ്കിൽ അതനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വെളുത്തിരിക്കും. അതിനുശേഷം നമ്മൾ അതിലേക്ക് കശുവണ്ടി പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇത് ചൂടാക്കുന്ന സമയത്തിന് അവിടെ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒന്ന് ചേർത്തൊന്ന് ചൂടാക്കി ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പൊങ്ങി വരും മുന്തിരി. അതല്ല ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നമുക്കിതിൽ നെയ്യ് ഉപയോഗിക്കാം, അത് കണക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഇളക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ വെച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോയാൽ കഴിക്കുമ്പോൾ നമുക്കത് ആ ടേസ്റ്റ് ഒന്ന് വ്യത്യാസമായിട്ട് വരും. അതുകൊണ്ട് ടേസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം തയ്യാറാക്കി വെക്കണം. സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഇന്ന് ചൂടാക്കി വെക്കുക. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്തായാലും നമ്മളിത് വെള്ളം ഒഴിക്കുമ്പോൾ അത്രയും കൂടെ താമസം വരുമെന്നേ ഉള്ളൂ ഇന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അന്നേരം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഇത് മുങ്ങിക്കിടക്കുന്ന ഒരു ലെവലിൽ മാത്രമേ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ. വെള്ളം തോനെ ആയിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ വെള്ളം നമുക്ക് ചേർക്കുന്നത് കാണാം. വെള്ളം ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇത് മുങ്ങിക്കിടക്കും. ആ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്. അതായത് ഇത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ മാത്രം നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അന്നേരം വെള്ളം അഥവാ കുറഞ്ഞു പോയാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വെള്ളം ചൂടാക്കിയ വെള്ളം വേറെ കപ്പിലേക്ക് മാറ്റി വെക്കണം. അന്നേരം റവ ഇട്ട് കൊടുക്കുന്ന സമയത്തിന് വെള്ളം കുറഞ്ഞു പോയി. അന്നേരം വെള്ളം ചേർത്ത് കൊടുക്കുക. അന്നേരം നമ്മൾ ഈ വറുത്ത് വെച്ച റവ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. വേണ്ടോ, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നിറഞ്ഞ് വെള്ളം ഇരിക്കുന്നതുകൊണ്ടാണ് വലുതായിട്ട് ഞാൻ കുത്തി ഇളക്കാത്തത്. അന്നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അന്നേരം ഈ റവയും വെള്ളവും ഇതുമായിട്ട് അങ്ങ് സെറ്റാവും. നല്ലതുപോലെ ഇളക്കുക. അന്നേരം ഒട്ടി പിടിക്കത്തൊന്നുമില്ല. അന്നേരം ഈ സമയത്തിന് നമുക്ക് വേണമെങ്കിൽ തീ വേണമെങ്കിൽ ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇളക്കുക. ദേഹത്തൊന്ന് ഇത് വീഴാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെ ഇളക്കുക. ഇതിപ്പോൾ ഇവിടെ വെള്ളം അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്.
അതിൻ്റെ വെള്ളം കൂടിപ്പോയിട്ടുമില്ല, കുറഞ്ഞു പോയിട്ടുമില്ല. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക, ഇളക്കി സെറ്റാക്കി വെക്കുക. ഇതിപ്പം വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കൂടിപ്പോകരുത്. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വെച്ചാൽ മതി. തീ വെക്കണമെന്നില്ല, ആൾറെഡി അത് ചൂടുണ്ട്. അഥവാ വേണമെങ്കിൽ ലോയിൽ തീ അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഓഫാക്കി വെക്കുക. പിന്നെ 4 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ ഇളക്കുക, നല്ലതുപോലെ ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്ന ഇതെല്ലാം ഇളക്കി സെപ്പറേറ്റ് ആയിട്ട് മാറ്റുക. അന്നേരം ഇവിടെ വളരെ സ്വാദിഷ്ടമായ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം വളരെ ചൂടോടു കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ സുലൈമാനി തേയിലവെള്ളം ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റോ ചിക്കനോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും. അന്നേരം ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി കഴിക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ സുലൈമാനിയെ തയ്യാറാക്കാവൂ, ചായയും കാട്ടി നല്ലത് അതായിരിക്കും. അന്നേരം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ യൂട്യൂബ് മെമ്പർ ആയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ആ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അന്നേരം എല്ലാ മൈ ഡിയർ ഫ്രണ്ട്സും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വളരെ സോഫ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ ഈവനിങ്ങിനും നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവലിങ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പം എവിടെയെങ്കിലും ഗൾഫിലോ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അടിപൊളിയാണ്. നെയ്യ് വേണ്ടുന്നവർക്ക് നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണ്ടുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് അവരവരെ ടേസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.